ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇപ്രാവശ്യം നടന്ന മാനേജീരിയൽ എക്കണോമിക്സ്, അതായത് ബികോംകാരുടെ 2023 അതിൽ വന്ന ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു വിടാം വേഗം എന്തൊക്കെയാണെന്നുള്ളത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൈസ് ഡിമാൻഡ്? എന്താണ് പ്രൈസ് ഡിമാൻഡ്? WTO, law of supply, causes of poverty and income elasticity of demand എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമോണിറ്റൈസേഷൻ എന്താണ്? കാർഡിനൽ അനാലിസിസ്, monopolistic competition, liberalization, and what do you know about equimarginal principle, and state the features of Kerala economy. What is forward planning? What do you understand by producers equilibrium? State the law of diminishing marginal utility. What is price leadership? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. പക്ഷേ സീലിംഗ് ഉണ്ട്, 25 മാർക്ക് വരെയാണ് കിട്ടുന്നത്. 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ കീയും കൂടി ഒപ്പം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒന്ന് കേട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത്രയും സ്പീഡിലൊന്ന് വായിച്ചു പോയത്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തരണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോൻ്റെ താഴെ PDF കൂടി ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചാനലിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അതിലും ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തരത്തിലും ഇത് കാണാൻ പറ്റും. PDF കൂടി അയക്കുമ്പോൾ സമാധാനത്തിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പാർട്ട് B എന്ന് പറയുന്നത് നമുക്ക് വരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലാക്ക് മണി ഓൺ ദ എക്കണോമി, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. FDIയുടെ മെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണെന്നുള്ളത്, അതിനുള്ള ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ്, അതിനെതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, ഫോറിൻ ട്രേഡിലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇന്ത്യയിലുള്ളത്, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, അതേപോലെ ഇൻഇക്വാലിറ്റി ഇൻ ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെ ഇൻഇക്വാലിറ്റി വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലും സീലിംഗ് ഉണ്ട്. മാക്സിമം 35 മാർക്സ് ആണ് നമുക്ക് കിട്ടുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പല തരത്തിലുണ്ട്, അത് ഏതൊക്കെയാണ്, വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ് എന്താണ്, ആൻഡ് അസംഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് എക്സ്പ്ലെയിൻ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ മാർക്കറ്റ് ഫോംസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കമ്പയർ ചെയ്യുക ആൻഡ് കോൺട്രാസ്റ്റ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, മോണോപ്പൊളി ആൻഡ് ഒളിഗോപ്പൊളി, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യുക. അത് നമ്മുടെ ഡിഫറൻസുകൾ എന്താണെന്നുള്ളത് പറയാം. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ്, അതാണ് 4 എസ്സേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 എണ്ണം എഴുതുക, ഒന്നിന് 10 മാർക്ക് വീതം. ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ആൻസർ കീയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തോടെ ജസ്റ്റ് നോക്കാം. പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്, പ്രൈസ് ഡിമാൻഡിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടു ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പല ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ അതിനാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബൈ അറ്റ് എ ഗിവൺ ടൈം ഇൻ ദ മാർക്കറ്റ് അറ്റ് വേരിയസ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൈസസ്. പല പ്രൈസസിൽ ഒരു കൺസ്യൂമർ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്നതിനാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. WTO എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. ഇത് ആദ്യം 95 ജാനുവരിയിൽ ഗാട്ട് എന്നായിരുന്നു ഇതിൻ്റെ ഈ ഒരു സംഘടനയായിരുന്നു. അത് പിന്നീടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് മാറിയത്. ഇതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഗ്ലോബൽ റൂൾസും ട്രേഡ്, അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യേണ്ടത് അതിൻ്റെ റൂൾസൊക്കെയാണ് അതിൽ പറയുന്നത്. ഇറ്റ് സെറ്റ്സ് ദ റൂൾസ് ഫോർ ദ ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇറ്റ്സ് മെമ്പർ നേഷൻസ്. ഇതിൽ അംഗത്വം എടുത്ത രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയൊക്കെ വ്യാപാരം നടത്താം, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്,
അവരുടെ ഇടയിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നമുക്ക് റിസോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ലോ ഓഫ് സപ്ലൈ എന്താന്ന് പറയുന്നുണ്ട്. ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. മറ്റുള്ള ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രൈസും ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ ഗുഡ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഒരു ബയ്യർ ഒരു ഗുഡ് റൈസ് ഫോർ എ ഗുഡ് റൈസസ് ദെൻ സപ്ലയർ ഇൻക്രീസസ് ദ സപ്ലൈ. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ബയർ പേ ചെയ്യുക ആൻഡ് സപ്ലയർ ഇൻക്രീസസ് ദ സപ്ലൈ ഓഫ് ദാറ്റ് ഗുഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അതിനനുസൃതമായിട്ട് തന്നെ സപ്ലയർ അതിൻ്റെ സപ്ലൈ മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യുക. ഇതിനാണ് ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് കൂടുന്തോറും സപ്ലൈ കൂടുക എന്നുള്ളതാണ് പറയുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ലോ പെർ ക്യാപിറ്റ ഇൻകം, ഇൻഫ്ലേഷൻ, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. ഇതെല്ലാം അതിൻ്റെ പോയിൻറ്റ്സുകളാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ. പിന്നെ 5ാമത്തേൽ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് കണ്ടീഷൻ ഇൻ വിച്ച് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്കുള്ള ഡിമാൻഡ് റൈസ് ചെയ്യുമ്പോൾ റൈസ് ഇൻ കൺസ്യൂമർ ഇൻകം ആൻഡ് ഡിക്ലൈൻ വിത്ത് എ ഡിക്ലൈൻ ഇൻ കൺസ്യൂമർ ഇൻകം. പ്രൈസ് കൂടുമ്പം കൺസ്യൂമർ ഇൻകം കൂടുക, അത് കുറയുന്ന സമയത്ത് കൺസ്യൂമർ ഇൻകം കുറയുക. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് പറയുന്നത്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഇൻകം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിലും ചേഞ്ച് വരിക. അപ്പോൾ ഹയർ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റെസ്പോൺസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീഗൽ ടെൻഡർ സ്റ്റാറ്റസ് ഓഫ് എ കറൻസി യൂണിറ്റ് ഇൻ സർക്കുലേഷൻ. ഇന്ന് നിലവിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ കറൻസിയുടെ ടെൻഡർ കറൻസിയുടെ ആ സ്റ്റാറ്റസ് അത് ക്യാൻസൽ ചെയ്യുക. ഇതിനാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഓഫ് ലിക്വിഡിറ്റി സ്ട്രക്ചർ ആസ് എ ഹോൾ. നേഷൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തോടു കൂടിയാണ് നമ്മളത് ക്യാൻസലേഷൻ നടത്തുന്നത്. ആൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി കൗണ്ടർ ബാലൻസ് ദ കറണ്ട് എക്കണോമിക് കണ്ടീഷൻ, അത് മെഷർ ചെയ്യാനും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്ന് ചോദിക്കുന്നത് ഒരു ഓൾഡസ്റ്റ് തിയറി ഓഫ് ഡിമാൻഡ് ആണ്. ഇതിൽ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റും ആൻഡ് ഡിറൈവ്സ് ദ ലോ ഓഫ് ഡിമാൻഡ് വിച്ച് എസ്റ്റാബ്ലിഷസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കാരണം പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്ത് കുറയും എന്നുള്ളതാണ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അവിടെ ഒരുപാട് ഫേംസ് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. സെല്ലിങ് സ്ലൈറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്, ചെറിയ വ്യത്യാസത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും അവിടെ സെല്ല് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ കമ്പൈൻ ചെയ്യുന്ന ഫീച്ചർ രണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപോളി കോമ്പറ്റീഷൻ്റെയും ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് റിമൂവിങ് ദ ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻസ് സെറ്റ് ബൈ ദ ഗവൺമെൻറ് ഈസ് നോൺ ആസ് ലിബറലൈസേഷൻ. എന്തിനാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്? അതുവരെ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന പല പോളിസികളും റെസ്ട്രിക്ഷൻ നിയന്ത്രണങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് തന്നെ വ്യാപാരം ചെയ്യാനുള്ള ഇതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ട്രേഡ് ബാരിയർ, വ്യാപാരം ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി നിർത്തുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് മറ്റുള്ള രാജ്യങ്ങളിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഒരുക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൺസ്യൂമേഴ്സ് ചൂസ് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് മാക്സിമം ടോട്ടൽ യൂട്ടിലിറ്റി. അവർക്ക് ആവശ്യമുള്ള ടോട്ടൽ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് മാറ്റി സെലക്ട് ചെയ്യുക. അതിനാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് റിലൈ ഓൺ ഫോറിൻ റെമിറ്റൻസ്, ഹൈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഗുഡ് ഹെൽത്ത് കെയർ, ലോവർ കോസ്റ്റ്, ലോ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതൊക്കെയാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. 12ാമത്തേൽ ഫോർവേഡ് പ്ലാനിങ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് നമ്മൾ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണ്ട പ്ലാനുകളെല്ലാം സെറ്റ് ചെയ്യുക. പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസസ് ബിക്കോസ് ദ റിസോഴ്സസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് എ ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റിൽ വേണ്ട ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതേപോലെ മാനേജറൽ കപ്പാസിറ്റി ഒക്കെ ലിമിറ്റഡ് ആണ്. ആൻഡ് ദ ഫേം ഹാസ് ടു മേക്ക് മോസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ലിമിറ്റഡ് ആയി നിൽക്കെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടും ഉള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതിനാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഡിഫറൻസ് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും മാക്സിമൈസ് ചെയ്യുക. ഇനി ലോസാണ് സംഭവിക്കണമെങ്കിൽ ആ ഡിഫറൻസിനെ മിനിമൈസ് ചെയ്യുക, മിനിമൈസ് ലോസസ്.
പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിന് പറഞ്ഞ വേറൊരു പേരാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആർ കണ്ടിന്യൂസ്ലി കൺസ്യൂംഡ്. കൂടുതൽ ഒരു യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യാം. അത് ഡിറൈവ് ചെയ്യുന്നത് ഓരോ സക്സസീവ് യൂണിറ്റ്സ് ഗോസ് ഓൺ ഡിമിനിഷിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ദാഹം ഉണ്ടാവുമ്പോൾ, വിശക്കുമ്പോൾ നമ്മൾ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ ഉരുള കഴിക്കും തോറും നമ്മളത് കുറഞ്ഞു വരികയാണ് വരുന്നത്. ഇതിനെയാണ് ലോ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൻ്റെ കേസിൽ അതായത് കൺസ്യൂം ചെയ്യും തോറും നമുക്ക് ആ ഒരു ആവശ്യം അവിടെ കുറഞ്ഞു വരുന്നതിനെയാണ് പറയുന്നത്. പ്രൈസ് ലീഡർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൈസും പ്രൈസ് ചേഞ്ചസും ഒരു ഡോമിനൻ്റ് ഫേം ഉണ്ടാവും, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൈസ് ചേഞ്ചസ് ഓർ ഫേം ആർ ആക്സെപ്റ്റഡ് ബൈ അതേഴ്സ് ആർ ദ ലീഡർ. അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാളെ ലീഡറാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഇൻഡസ്ട്രി മുഴുവനും അഡോപ്റ്റ് ചെയ്യുന്നത് ആ ഡോമിനൻ്റ് ഫേം പറയുന്ന പ്രൈസ് ആയിരിക്കും. ഇതിനാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ലെസ് ടാക്സ് ഫോർ ദ ഗവൺമെൻറ്, അസറ്റ് പ്രൈസ് ഇൻഫ്ലേഷൻ, വൈഡൻസ് ഇൻഇക്വാലിറ്റി, ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് ഗ്രോത്ത്, ബൂസ്റ്റർ ടു ഇല്ലീഗൽ ആക്ടിവിറ്റി, ക്യാപിറ്റൽ ഫ്ലൈറ്റ്. ഇതാണ് 16ാമത്തെ ആൻസർ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക, സ്റ്റിമുലേഷൻ ഉണ്ടാവുക, ഈസി ഇൻ്റർനാഷണൽ ട്രേഡ് നടത്താൻ പറ്റുക, കൂടുതലായി എംപ്ലോയ്മെൻറ്റും എക്കണോമിക് ബൂസ്റ്റിംഗ് ഉണ്ടായിരിക്കുക, ഹ്യൂമൻ ക്യാപിറ്റൽ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക, റിസോഴ്സ് ട്രാൻസ്ഫർ, ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കീ ഏരിയാസ്, ന്യൂ ടെക്നോളജി, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ഇൻഫ്ലോ, ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്. ഇത്രയാണ് 17ാമത്തേൻ്റെ. കാരണം ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വേറെ വേറെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ മതി. 18ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് കൺസ്യൂമർ റാഷണാലിറ്റി അസംഷൻ, കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൈക്രോ എക്കണോമിക് ക്യാരക്ടർ, ഡിവിസിബിലിറ്റി ഓഫ് കമ്മോഡിറ്റീസ്. 19ാമത്തേൽ വരുന്നത് നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ടെക്നിക്കും ടൈം പീരീഡും പ്രൈസ് എക്സ്പെക്റ്റേഷനും. 20ാമത്തെ ക്വസ്റ്റ്യനിൽ US ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് എക്സ്പോർട്ട് മാർക്കറ്റ്, ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈന, ഇൻക്രീസിങ് എക്സ്പോർട്സ് ഓഫ് വാല്യൂ ആഡഡ് ഗുഡ്സ്, പെട്രോളിയം ആൻഡ് ഗോൾഡ് ആർ ദ മേജർ ഇമ്പോർട്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയവും ഗോൾഡും ഒക്കെയാണ്. US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈനയായിട്ട് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ആൻഡ് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആർ പീക്ക്, ഹ്യൂജ് പാർട്സ് ഇൻ റെമിറ്റൻസ്, എക്സ്പേർട്ട് ഇൻ റെമിറ്റൻസ്. നെക്സ്റ്റ് ഡിമാൻഡ് അനാലിസിസും ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും, തിയറി ഓഫ് കോഡ്സും, തിയറി ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ്, പ്രൊഡക്ഷൻ, പ്രൈസ് തിയറി, പ്രൈസിങ് പോളിസീസ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, ബിസിനസ് സൈക്കിൾ. പിന്നെ ഡിഫറൻസ് ഇൻ ഓക്യുപ്പേഷൻ ഉണ്ടായിരിക്കുക, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, പോളിസി ഓഫ് ദ ഗവൺമെൻറ്, ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ്, ഹൈ ടാക്സ് ഇവേഷൻ ഉണ്ടാവുക, കറപ്ഷൻ, പ്രൈവറ്റൈസേഷൻ. ഇതൊക്കെയാണ്. 23ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കുക, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ, വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അത് ചോദിക്കുന്നത്. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് ഉണ്ട്, ഓപ്പൺ എംപ്ലോയ്മെൻറ്റ് ഉണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ, സ്ട്രക്ചറൽ. 25ാമത്തേൽ കൺസ്യൂമർ സർപ്ലസിനെ പറഞ്ഞ പേരാണ് ബയേഴ്സ് സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക് മെഷർ ഓഫ് എ കസ്റ്റമേഴ്സ് എക്സസ് ബെനിഫിറ്റ്, ഒരു കസ്റ്റമർക്ക് എക്സസ് ആയിട്ട് ബെനിഫിറ്റ് കിട്ടുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ഡിഫറൻസ് നോക്കിയിട്ടാണ്. കൺസ്യൂമേഴ്സ് എത്ര രൂപയാണോ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കാൻ റെഡി ആവുന്നതും ആക്ച്വലി അവർ പേ ചെയ്യേണ്ടതും തമ്മിലുള്ള ഡിഫറൻസിനെ തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ അസംഷൻസ് പറയുന്നുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിന് വേറൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കില്ല. ആ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ടേസ്റ്റ് ആൻഡ് ഇൻകം ലെവൽ ഓഫ് കൺസ്യൂമർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്, ഹെൽപ്ഫുൾ ഇൻ കമ്പയറിങ് ഗെയിൻസ് ഫ്രം ഇൻ്റർനാഷണൽ ട്രേഡ്, ബിസിനസ് മെൻ കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത്, ആൻഡ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് കമ്പയർ ചെയ്തുകൊണ്ട് പബ്ലിക് ഫിനാൻസ് അപ്ലൈ ചെയ്യാന്നുള്ളത്. പിന്നെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റിക്കും ഒളിഗോപ്പ് 4 എണ്ണം തമ്മിലുള്ള ഡിഫറൻസുകൾ. അപ്പോൾ ഓരോ പോയിൻറ്റിൻ്റെ ബേസിൽ ഡിഫറൻസ് ഇവിടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ ഓഫ് ഫേംസ് എടുക്കുകയെന്ന് വെച്ചാൽ പെർഫെക്റ്റിൽ ഒരുപാട് ഫേംസ് ഉണ്ടാവും, മൊണോപ്പൊളിയിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. മൊണോപോളിസ്റ്റിക്കിൽ ഫെയർലി ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടായിരിക്കും, ഒളിഗോപ്പൊളിയിലും കുറച്ച് ഫേംസേ ഉണ്ടായിരിക്കുള്ളൂ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റിൽ ഹോമോജിനിയസ് ആയിരിക്കും, ആദ്യത്തെ 2 കേസിൽ ഹോമോജിനിയസ്, ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും മൊണോപോളിസ്റ്റിക്കിൽ.
ഒളിഗോപ്പൊളിയിൽ രണ്ടും ആവാം എന്നുള്ളതാണ് പറയുന്നത്. ഡിമാൻഡ് കർവ് എപ്പോഴും ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പെർഫെക്റ്റിൽ. മൊണോപ്പൊളിയിൽ ഡൗൺവേർഡ് ആയിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് മൊണോപ്പൊളിസ്റ്റിക്കിലും. ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഒളിഗോപ്പൊളിയിൽ എന്നുള്ളതാണ് പറയുന്നത്. പ്രൈസ് യൂണിഫോം പ്രൈസ് ആയിരിക്കും രണ്ട് കേസിൽ, ബാക്കി രണ്ട് കേസിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും. ഫ്രീഡം ഓഫ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റിൽ പോസിബിൾ ആണ്. ബാക്കി പെർഫെക്റ്റിലും മൊണോപ്പൊളിസ്റ്റിക്കിലും ഒളിഗോപ്പൊളിയിലും പറ്റും, പക്ഷേ മൊണോപ്പൊളിയിൽ അങ്ങനെ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി പറയുമ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡും ലെസ് ഇലാസ്റ്റിക്കും ആയിരിക്കും, ഹൈ ഇലാസ്റ്റിക്കും വേരിയസ് ഫോംസും. 27ാമത്തെ ക്വസ്റ്റ്യനിൽ ലോ പെർ ക്യാപിറ്റൽ ഇൻകം, ലോ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലോ ക്വാളിറ്റി ഓഫ് ലൈഫ്, എക്സസീവ് ഡിപ്പെൻഡൻസ് അഗ്രികൾച്ചർ, അൺഫേവറബിൾ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്, എക്സിസ്റ്റൻസ് ഓഫ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, വൈഡ് സ്പ്രെഡ് പോവർട്ടി, ഇൻഇക്വാലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇൻഅഡക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, സ്പേർട്ട് ഇൻ ഗ്രോത്ത് റേറ്റ്. ഇത്രയാണ് 27 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും കൂടി നമ്മളിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി BBAയുടെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ BComകാർക്കും യൂസ്ഫുള്ളാണ്, BBAക്കാർക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ആൻസർക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ എന്തായാലും PDF ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ സബ്ജക്റ്റിൻ്റെയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പോസ്റ്റായിട്ടും ഇത് കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്തിടാം. ഓക്കെ, താങ്ക് യു.